limitations of microeconomics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും കണ്ടു. നമുക്ക് ഇന്ന് മൈക്രോ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മൈക്രോ എക്കണോമിക് തിയറി assumes full employment in an economy. This assumption is unrealistic in the real markets. No economy or economic system in the world has witnessed or experienced the full employment scenario till date. മൈക്രോ എക്കണോമിക് തിയറിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപം, അത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുന്നതല്ല. ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ, ലോകത്ത് ഒരു സമ്പദ് വ്യവസ്ഥയിലും ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അനുഭവവേദ്യമായിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല ഇന്ന് വരെ. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു അസംഷനാണ് മൈക്രോ എക്കണോമിക് തിയറി സ്വീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, micro economic theory assumes a laissez-faire economic system. This means an economic system having no government intervention. However, when we look around us, we realize that all economic systems across the world, including the capitalist economies, experience government intervention into the economic system on a very regular basis. മൈക്രോ എക്കണോമിക്സ് തിയറിയുടെ മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് ലേസിസ് ഫെയർ ഇക്കോണമിയാണ്. ലേസിസ് ഫെയർ ഇക്കോണമി നമുക്കറിയാം, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമില്ലാത്ത ഒരു ഇക്കോണമിയാണ്. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏത് സമ്പദ് വ്യവസ്ഥ, അത് ക്യാപിറ്റലിസ്റ്റ് ആയിക്കോട്ടെ, സോഷ്യലിസ്റ്റിക് ആയിക്കോട്ടെ, മിക്സഡ് ഇക്കോണമി ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്തുണ്ട്, അവിടെയുള്ള ഇക്കണോമിക് സിസ്റ്റത്തിൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ നമുക്ക് കാണാൻ പറ്റും. കൃത്യമായി റെഗുലറായി തന്നെ എന്താണ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത മറ്റൊരു അസംഷനാണ് മൈക്രോ എക്കണോമിക് തിയറി എടുത്തിരിക്കുന്നത്. തേർഡ് വൺ, മോസ്റ്റ് മൈക്രോ എക്കണോമിക് തിയറീസ് ആർ ബേസ്ഡ് ഓൺ ദി സ്റ്റാറ്റിക് അസംഷൻ ഓഫ് ceteris paribus, which means other things being equal. Again, this assumption of ceteris paribus is unrealistic in the real markets. ഇനി മറ്റൊരു അസംഷൻ, മൈക്രോ എക്കണോമിക് തിയറി നിലനിൽക്കുന്ന മറ്റൊരു അസംഷൻ പറയുന്നത് സെറ്റിസ് പാരിബസ് അസംഷൻ, മറ്റു കാര്യങ്ങൾ മാറ്റമില്ലാത്തത്. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. ഇക്കോണമി എന്നുള്ള ഡൈനാമിക്കാണ്, മാറ്റത്തിന് വിധേയമാണ്, അല്ലെ, മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് ഒരു യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടാത്ത ഒരു അസംഷനാണ് മൈക്രോ എക്കണോമിക് തിയറി എടുത്തിരിക്കുന്നത്, മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ. ഓക്കെ, മറ്റൊന്ന്, microeconomic theory assumes and sometimes leads to a generalization of individual behavior, and this may not always be true or correct. ചിലപ്പോഴൊക്കെ മൈക്രോഎക്കണോമിക് തിയറി ചിലപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ചിലപ്പോൾ ജനറലൈസ് ചെയ്ത് കളയും. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ നമുക്ക് ജനറലൈസ് ചെയ്യുന്ന അർത്ഥത്തിൽ അസ്യൂം ചെയ്യുന്നത് തെറ്റാണ്. അത് കറക്റ്റ് ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. അത് മൈക്രോ എക്കണോമിക് തിയറിയുടെ മറ്റു പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് ക്രിട്ടിക്സ് എഴുതി കാണിക്കുന്നു. നെക്സ്റ്റ്, മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൺലി എ പാർട്ട് സ്റ്റഡി ഓഫ് ആൻ ഇക്കോണമി ആൻഡ് ദസ് ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് us much in understanding an economic system as a whole. നമുക്കറിയാം, മൈക്രോ എക്കണോമിക് തിയറി നിങ്ങൾ ഒരു ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് പാർട്ടാണ്. പാർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലല്ല, ഒരു ഭാഗത്തെ കുറിച്ചുള്ള പഠനം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക് തിയറിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഒരു ഇക്കോണമിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ ഒരിക്കലും മൈക്രോ എക്കണോമിക് തിയറി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ്. അതായത് ഇൻഫർമേഷൻ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ന്യൂനതകളായിട്ട് ക്രിട്ടിക്സ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.